വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നന്ദിയോടെ സ്തോത്രം. ജാനറ്റ് സിസ്റ്ററിന്റെ ബന്ധുക്കാരാണ്, മക്കളുടെ ഇൻലോസ് ആണ് ആനി സിസ്റ്റർ എന്ന് ഞാൻ പിന്നീടാ മനസ്സിലാക്കിയത്. സ്തോത്രം. അവര് കുഞ്ഞുങ്ങള് മസ്കറ്റിലും സലാലയിലും ഒക്കെ വന്നിരുന്നു. സ്തോത്രം. പ്രിയ ജെസി ആന്റിക്ക് അറിയാം, അവരുടെ ചർച്ചിലും വന്നിരുന്നു. സ്തോത്രം. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ഓക്കെ സിസ്റ്റർ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സിസ്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റിന്റെ ഗ്രൂപ്പിൽ ഒരു പ്രാവശ്യം കൂടെ വരുവാൻ ദൈവം സഹായിച്ചു. അൻപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. സൗണ്ട് ക്ലിയർ? ദൈവം നടത്തിയ എല്ലാ വഴികൾക്കായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട പാട്ട് സൂസൻ സിസ്റ്ററുടെ കേൾക്കാൻ ഇടയായി. നമ്മൾ എന്ത് ചെയ്താലും അതിലൊരു അഭിഷേകം ഉണ്ടെങ്കിൽ അത് അനുഗ്രഹം. നമ്മൾ സഹോദരിമാരെല്ലാം ആ കാലത്തും നമ്മൾ അനിഭാഷയെ പാടുമായിരുന്നു, നമ്മുടെ അമ്മച്ചിമാരും. അന്ന് ആരും മൈൻഡ് ചെയ്യത്തില്ല. ഇപ്പൊ എല്ലാരും മൈക്ക് കിട്ടി പാടുമ്പോ അതൊരു സ്റ്റൈലായി മാറിയിരിക്കുക. നമ്മുടെ തലമുറകളെ പാട്ട് പാടുമ്പോ അന്യഭാഷയിൽ പാടാൻ ട്രെയിൻ ചെയ്ത് വരണം. അത് അഭിഷേകം പ്രാപിച്ചവരെല്ലാം അങ്ങനെ തന്നെ ചെയ്യണം. എന്നാലേ നമുക്കൊരു ഏകാഗ്രത കർത്താവിൽ പ്രാപിക്കാൻ പറ്റുള്ളൂ. എന്ത് ചെയ്താലും ക്രിസ്തുവിന്റെ സ്നേഹത്തിലല്ലെങ്കിൽ വെറുതെ വേസ്റ്റായി പോകും. ഈ ലൈനിലായിരിക്കുന്ന എല്ലാ ദൈവദാസിമാരെ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്നേഹവന്ദനം. ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. പ്രത്യേകിച്ച് ക്രിസ്തുവിൽ അറിയപ്പെടുന്ന ജാനറ്റാന്റെ ബന്ധുക്കാരെ എന്ന് പറയാൻ ഒരു യോഗ്യതയില്ല, എങ്കിലും കർത്താവ് എന്നെ അതുപോലെ കൊണ്ടുവന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ലോകപരമായിട്ട് പലപ്പോഴും മക്കൾക്ക് വിവാഹാലോചന വരുമ്പോൾ ആദ്യം നോക്കുന്നത് എഡ്യൂക്കേഷൻ എന്താ, ഇതെന്താ, അതെന്താന്ന്. പക്ഷെ എൻ്റെ മോളെ സംബന്ധിച്ച് എല്ലാം ഉണ്ടായിട്ടും ക്രിസ്തുവിന്റെ നിന്ന വലിയതെന്ന് എണ്ണി കർത്താവിന് വേണ്ടി അവൾ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തതാ. അങ്ങനെയാണ് ക്രിസ്തുവിൽ അറിയപ്പെടുന്ന ഒരു ജാനറ്റ് ആന്റിയുടെ മോനെ തന്നെ വിവാഹം കഴിക്കുവാൻ ദൈവം സഹായിച്ചു. ഞാൻ നോർത്ത് ഇന്ത്യയിലെല്ലാം കടന്നു പോകുമ്പോൾ അവരുടെ പപ്പ സജി പാസ്റ്റർ ജാനറ്റ് ആന്റിയുടെ ബന്ധുക്കാരാന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. MLA-യുടെയോ മിനിസ്റ്ററുടെയോ മോദിയുടെയോ ഒന്നും അല്ലെങ്കിലോ കർത്താവിൽ അറിയപ്പെടുന്നത് വലിയ ശ്രേഷ്ഠകരമായ പദവിയാണ്. നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം, ക്രിസ്തുവിൽ അറിയപ്പെടുന്ന കുടുംബം വരട്ടെ, ക്രിസ്തുവിൽ അറിയപ്പെടുന്ന വ്യക്തികൾ വരട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾ ക്രിസ്തു മുഖാന്തരം അറിയപ്പെടട്ടെ. ഞാൻ പറയും, ഈ കെട്ടപ്പെട്ട കഴുതയെ അഴിച്ച് കർത്താവ് വാഹനം ഏറിയത് കൊണ്ടാ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു ശബ്ദമായി നിൽക്കുന്നേ. കർത്താവ് നിങ്ങളുടെ മേൽ വാഹനം ഏറിയത് കൊണ്ടാ നിങ്ങൾ ഇന്ന് ലൈനിൽ വന്നിരിക്കുന്നേ. നമ്മൾ നന്ദി പറഞ്ഞാൽ തീരത്തില്ല. ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി, ചെയ്യാൻ പോകുന്നതിന് നന്ദി, ചെയ്തുകൊണ്ടിരിക്കുന്നതിനായി നന്ദി. എപ്പോഴും നന്ദി പറയണം, നന്ദി പറയണോ. ഒരു ചെലവും ഇല്ലാത്ത കാര്യ. ഒരു കാര്യം കഴിയുമ്പോൾ നന്ദി പറയാ, ദൈവത്തെ സ്തുതിക്കുക. അപ്പൊ നമ്മുടെ ആ ഒരു ചിന്തകളുണ്ടല്ലോ ക്രിസ്തുവിൽ കൊണ്ടുവരുമ്പോൾ മറ്റേ ജഡത്തെ കീഴടക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് പലപ്പോഴും അത് പറ്റാത്ത ഒരു കാര്യമാണ്. നമ്മളെ ഈ സൂസൻ സിസ്റ്ററിനായി സ്തോത്രം ചെയ്യുന്നു. എനിക്ക് അങ്ങനെ വാക്കുകളൊന്നും പറയാൻ അറിയില്ല. ദൈവം നാമം മഹത്വപ്പെടട്ടെ. ഈ ലൈൻ ഒരു കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കോളിംഗാ. നമ്മൾ വെറുതെ ലൈൻ സ്റ്റാർട്ട് ചെയ്യല്ല. നമ്മളെ ദൈവം സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചെങ്കിൽ അത് അനുസരണവും വേണം, വിശ്വാസവും വേണം അതിനകത്ത്. ഇപ്പൊ ഒരു ദൈവത്തിന്റെ ആത്മാവ് ദാസിയോട് തോന്നിച്ചു ഇന്നാരെ ഒന്ന് വിളിക്കാമെന്ന്. അത് ചെയ്തു, അവിടെ ഒരു വിടുതലായി. നമ്മൾ എത്ര വട്ടം പറഞ്ഞിട്ടും നമ്മൾ എന്താ ചെയ്യുന്നേ? പിന്നെ ആട്ടെ തോന്നലായിരിക്കും. അവർക്ക് കുഴപ്പമൊന്നുമില്ല, ഇവർക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ആത്മാവിന് എന്തുവാ ചെയ്യുന്നേ? നമ്മളെ കെടുക്കുക. അത് കത്തി ജ്വലിക്കുമ്പോൾ നമ്മൾ അതിനെ ഇല്ലാതെയാക്കും. എന്നിട്ട് സാഹചര്യം എമർജൻസി വരുമ്പോ നമ്മൾ എന്താ ചെയ്യുന്നത്? കർത്താവേ സംസാരിക്കേ. കർത്താവ് പറയും, ഇത്രയും നാൾ എന്നോട് മിണ്ടാതിരുന്നില്ലയോ, ഇനിയും കുറച്ചു നാള് കഴിയട്ടെ, എന്നിട്ട് ഞാൻ മിണ്ടാന്ന്. അപ്പൊ നമ്മൾ എന്താ ചെയ്യും? പൊട്ടക്കേടർ അന്വേഷിച്ചു, എവിടെയെല്ലാം വിളിക്കാം അവിടെ എല്ലാം വിളിച്ച് ഒടുവിൽ ഒരു കൺഫ്യൂഷനിൽ വന്നെത്തും. എൻ്റെ ദൈവം എന്നോട് ഇങ്ങനെ പറഞ്ഞു, അവരെന്താ ഇങ്ങനെ പറഞ്ഞേ? ചെറിയ ശബ്ദത്തിലായാലും ആത്മാവ് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ അനുസരിക്കാൻ റെഡി ആയാൽ വലിയൊരു വിടുതലായി മാറും.
ആ സാക്ഷ്യത്തിനായി സ്തോത്രം ചെയ്യുന്ന ആ മോളുടെ ജീവിതാനുഭവത്തില് ആ ഒരു കൊച്ചു സാക്ഷ്യം അവളുടെ ജീവിതത്തിൽ അതൊരു അടയാളമായി. കർത്താവിന് അവളുടെ മേൽ നോട്ടമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ദൈവം ചെയ്തു കൊടുത്തത്. അവളെ കൊണ്ട് ദൈവത്തിന് ചെയ്യിപ്പിക്കാനുണ്ട് കാര്യങ്ങള്. ആ ദാസിയുടെ വിടുതല്. നമ്മളൊരു വേദനയോ ഒരു രോഗമോ എന്തെങ്കിലും വരുമ്പോൾ നിങ്ങൾ ആദ്യം ചിന്തിക്കണം, ഇത് പരിശോധനയാണോ, അല്ല എന്റെ ജീവിത ആഹാര ശൈലിയും കൊണ്ട് വന്ന രോഗമാണോ, അല്ല ഇത് രോഗാത്മാവാണോ, അല്ലെങ്കിൽ ഇത് പരീക്ഷയാണോ, ഇത് പൈശാചികമായിട്ടുള്ളതാണോ, അല്ല ദൈവം അനുവദിച്ചതാണോ? ഇതിന് പല കാര്യങ്ങളാ. നമ്മൾ എന്തോ ചെയ്യും, ഏത് വന്നാലും ആദ്യം അതിനെ തല കയറ്റി താലോലിച്ച് പരിപാലിച്ച് ഉള്ളതെല്ലാം തിന്ന് ഒടുവി ഡോക്ടർ പറയണം ഇനി ഒന്നും ചെയ്യാനില്ല, കുറച്ച് വിറ്റാമിൻ എടുത്താട്ടെ. അപ്പോ നമ്മള് എല്ലാരും പെട്ടെന്ന് ഗ്രൂപ്പിലോട്ടിട്ട് ദൈവമേ വിടുവിക്കണേ എന്ന് പറഞ്ഞ് നിലവിളിക്കും. അത് നേരത്തെ അത് കഴിഞ്ഞിട്ട് മതി ഡോക്ടറും കാര്യങ്ങളും എല്ലാം. എൻ്റെ മമ്മി എന്നെ വിശ്വാസം പഠിപ്പിച്ച് മരുന്നെടുക്കാതെ ഇരുന്ന ഒരാളെ മമ്മി മരിച്ചു പോയി. തന്റെ സമയമായപ്പോൾ കർത്താവിൽ ചേർക്കപ്പെട്ടു. അപ്പോൾ എന്നോട് പറയുന്നതാ, നീ എന്തോ ഈ ക്രോസിനാണോ തിന്നണ്ടേ, നിന്റെ കൂടെ ഇരിക്കുന്ന എന്റെ കൂടെയുള്ള കർത്താവാണോ വലിയത്? ആ ഒരു കോളിങ് എല്ലാവർക്കും ഇല്ല. ആ കർത്താവിലേക്ക് അടുത്ത് വന്നവർക്ക് മാത്രമേ അതിൽ മുറുകെ പിടിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ എന്നും പ്രാർത്ഥിക്കണം, കർത്താവേ ദൈവത്തെ കുറിച്ച് ഒരു വെളിപ്പാട് എനിക്ക് താ. ദൈവം ആരെന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ലോകത്തെ ചപ്പും ചവറും എണ്ണി. ഞാൻ പലപ്പോഴും പറയും, അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ പെട്ടെന്ന് ദൈവാത്മാവ് ഇന്നടുത്ത് പോകുന്ന കാര്യം പറയുമ്പോൾ വണ്ടി ഓടിക്കുന്നോണ്ട് ആരും അറിയത്തില്ല, വീട്ടിൽ പറയത്തുമില്ല, വണ്ടി എടുത്ത് ഒരു പോക്കങ്ങ് പോകും. അപ്പൊ ഞാൻ പറയും, ഒരു ആണായിരുന്നെങ്കിൽ, ഒരു വാക്യമുണ്ടല്ലോ, ഒരു സോൾജർ പടയാളി യാതൊന്നിലും ഏർപ്പെടുന്നില്ല ജീവന കാര്യത്തിൽ. ഒരാണായിരുന്നെങ്കിൽ കർത്താവ് പറയുമ്പോ ഒരു പോക്ക് പോയാൽ മതിയായിരുന്നു. ചോറും കറിയും തോരനും എല്ലാം വെച്ച് അച്ഛൻ വരുന്ന സമയത്തേക്ക് എടുത്ത് കഴിക്കുന്ന പോലെ ടേബിളെ വെച്ചേച്ച് വേണം എന്റെ പണിക്ക് ഓടിപ്പോകാൻ. ആ കർത്താവിനെ കുറിച്ചുള്ള ഒരു വെളിപ്പാട് നിങ്ങളെ ചോദിക്കണം, ദിവസവും ചോദിക്കണം. നിങ്ങൾ ചേഞ്ച് ആവും. നിങ്ങളുടെ മേലൊരു എൻകൗണ്ടർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ മാറും. നിങ്ങൾ വെയിറ്റ് ചെയ്യും, ഏകാന്തതയായിട്ട് ഒരു സമയം കിട്ടാൻ, എനിക്ക് എന്റെ കർത്താവിനോടൊന്ന് മിണ്ടാൻ കാത്തിരിക്കും. നിങ്ങൾ ആ ഒരു എൻകൗണ്ടറിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ ഒരു ദൈവത്തെ കുറിച്ചുള്ള ഒരു വെളിപ്പാട് നമ്മൾ പ്രാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് സകലത് ചപ്പും ചവറ. ആ സഹോദരി പറഞ്ഞല്ലോ മോളുടെ കാര്യം, എന്റെ മോളും അവിടെ പഠിച്ചതാ ജോർജിയയില്. സിസ്റ്ററെ ഒന്നും പേടിക്കേണ്ട, പൈശാചികൻ മുന്നോട്ട് വിടാതെ കുഞ്ഞിനോട് പോരാടുക. നിങ്ങളോട് ഇടപെട്ട കാര്യമാ, ധൈര്യമായിട്ട് പ്രാർത്ഥിച്ച് എണ്ണ പൂശേ. അപ്പനും അമ്മയും കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നത് പോലെ ഈ ലോകത്ത് ആരും പ്രാർത്ഥിക്കില്ല. എല്ലാവർക്കും പ്രാർത്ഥന സപ്പോർട്ട് തരൂ. പക്ഷെ നീതിമാനായ വളരെ ചുരുക്കം സഹോദരിമാരും സഹോദരന്മാരും ഉണ്ട്. ആത്മാർത്ഥതായിട്ട് ഒരു വാക്കും കൊണ്ട് പ്രാർത്ഥിച്ചാൽ ദൈവം അവിടെ ഇറങ്ങി വരും. അത് ശരിക്കും പണിയപ്പെട്ടവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് നമ്മളെല്ലാം പലരും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മൾ നിലവിളിക്കുമ്പോൾ സ്വർഗം തുറക്കുന്നത് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ആ സാഹചര്യത്തിലാ കർത്താവ് ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് എണ്ണപ്പൂശി അമ്മാമേ നിങ്ങളുടെ മോൾക്ക് വേണ്ടി നിങ്ങൾ ജാഗരിച്ചോ, അതൊരു വിടുതലായി. നിങ്ങളെ കൊണ്ട് ദൈവം അനേകരെ വിടുവിക്കാൻ ദൈവം നിങ്ങളെ യൂസ് ചെയ്യും. ആ പരീക്ഷയിൽ നിങ്ങൾ തളർന്നു പോകരുത്. കുഞ്ഞിന്റെ മേൽ ദൈവത്തിന് ഒരു നോട്ടമുണ്ട്. ഞാൻ എന്റെ കുഞ്ഞിന്റെ കാര്യം പല ലൈനിൽ കയറുന്നോണ്ട് പറഞ്ഞോന്ന് അറിയത്തില്ല. എന്റെ രണ്ടാമത്തെ മോളുടെ കാര്യം സുസൻ സിസ്റ്റർ ഞാൻ പറഞ്ഞായിരുന്നോ? ഷാരന്റെ എന്റെ രണ്ടാമത്തെ മോളുടെ രോഗക്കടക്കെ കൂടെ കടന്നു പോയെ പറഞ്ഞായിരുന്നു? പറഞ്ഞായിരുന്നു. ഓക്കെ. ആ കുഞ്ഞിന്റെ മേലിന് ദൈവത്തിന് ഒരു നോട്ടം ഉള്ളത് കൊണ്ട് ആ ശോധനയിൽ കൂടെ കടത്തി വിട്ടു. അപ്പൊ എല്ലാവരും പറഞ്ഞു തീർന്നു, ഇവിടം കൊണ്ട് കഴിഞ്ഞു, ഇനി 10ാം ക്ലാസ് പഠിക്കില്ല, ഇവിടം കൊണ്ട് കഴിഞ്ഞു. കേൾക്കാത്തവരുണ്ട്, അപ്പൊ പറഞ്ഞോ, കുഴപ്പമില്ല. എല്ലാവരും പറഞ്ഞു ഇവിടം കൊണ്ട് അവസാനിച്ചു, ഇനി ആ കുഞ്ഞിന് ഭാവി ഒന്നുമില്ല, ഉള്ള കാലം എല്ലാം ഈ മരുന്നെല്ലാം ഇങ്ങനെ കേറ്റി അതെല്ലാം ഇൻഫെക്ഷനായി ഇവിടം കൊണ്ട് അവസാനിക്കും. പക്ഷെ കർത്താവ് വിചാരിച്ചത് എന്തോ അറിയോ?
നീ പഠിപ്പിച്ച് നിന്നെ നോക്കാനല്ല എന്റെ മോള്, അവള് എന്റെ വേല ചെയ്യാനുള്ള വ്യക്തിയാ. അതുകൊണ്ട് ദൈവം, ഇപ്പൊ മോള് ഡോക്ടർ പഠിച്ചാലും അത്രയേ ഉള്ളൂ, അത് കർത്താവിനുള്ളതാ. നിങ്ങൾ എന്ത് പഠിപ്പിച്ചോ അത് കർത്താവിന് വേണ്ടി ഉള്ളതാ. അതിന് കർത്താവ് ഒരു അടയാളം നേരത്തെ കാണിക്കുക. എന്റെ കൊച്ചുമോള് പറയുമായിരുന്നു, കുഞ്ഞിലെ മുതലുള്ള ഒരു ആലോചനയുണ്ട്, അവളുടെ തീരുമാനമായിരുന്നു ഒരു ആർക്കിടെക്ട് ആകണമെന്ന്. അപ്പൊ അവൾ പറയും, ദുബായിലാണ് ഇതിന്റെ എല്ലാ അവസരങ്ങളും, അതുകൊണ്ട് ഞാൻ ദുബായിൽ പോകും, വലിയൊരു ആർക്കിടെക്ട് ആകും. എല്ലാ പ്ലാനും പദ്ധതിയും അസുഖത്തോടെ അസ്തമിച്ചു. ദൈവമേ, നിന്റെ ഇഷ്ടം എന്താന്ന് നിലവിളിക്കാൻ ദൈവം ഇടയാക്കി. 32 ദിവസം 7 രോഗം, ഒരു വ്യക്തിക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കർത്താവ് 4-ാം യാമത്തിൽ കൂടെ സാക്ഷ്യത്തിൽ പറഞ്ഞതുപോലെ 4-ാം യാമത്തിൽ ഇറങ്ങി വരും. ഇന്ന് ആരെങ്കിലും ഈ ലൈനില് നിലവിളിക്കുന്നെങ്കിൽ നിന്റെ 4-ാം യാമമായി ഈ സമയോ നീ പറഞ്ഞോ, നീ കരയരുത്, കൽപ്പിക്കട്ടെ, ദൈവ പ്രവൃത്തി വെളിപ്പെടും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പേപ്പർ വർക്കുകൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. വഴികൾ അടഞ്ഞത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. രോഗാത്മാവേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്റെ സമയം കഴിഞ്ഞു. ആ ശരീരം വിട്ട് പുറത്തു ദൂരാബാലാബ സന്തനാരകൾ കട്ട. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ജയം എടുക്കുന്നു. ഒരു പാട്ടുണ്ടല്ലോ, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. നീ ഒരു രാത്രി വരും, പക്ഷെ ഒരു സൂര്യൻ ഉദിക്കോ. നീ രാത്രി വന്നു എന്ന് വിചാരിച്ച് നീ നിലവിളിച്ച് അസ്തമിച്ചു എന്ന് നീ പറയരുത്. ആ രാത്രിക്ക് ഒരു സമയമുണ്ട്, ഒരു കാലമുണ്ട്. അത് കഴിയുമ്പോൾ സൂര്യൻ ഉദിക്കോ. നീതി സൂര്യൻ ശോഭയോടെ നിന്റെ മേൽ ഉദിച്ച് സൗഖ്യമാക്കുന്ന കരോ വെളിപ്പെടും. ആ ഇരുട്ടിൽ നിന്നെ ആരും കാണുന്നില്ല. കാണാതെ പരിഹസിക്കുന്നവർ പലരും ഉണ്ടായിരിക്കും. പക്ഷേ സൂര്യൻ ഉദിക്കുമ്പോൾ പറയൂ, ഓ അല്ലെങ്കിലും എനിക്ക് അറിയായിരുന്നു, പ്രാർത്ഥിച്ച് നീ ജീവൻ പ്രാപിക്കൂ. അതേ ഗോലിയാത്തെ, നീ ആരെയാ നിന്ദിക്കുന്നേ? എന്റെ സർവശക്തനായ ദൈവത്തെ ആണെങ്കിൽ ദൈവം കാര്യത്തിന്മേൽ ഇടപെട്ടിരിക്കൂ. ഒരു നന്മയും മുടങ്ങാൻ ദൈവം സമ്മതിക്കില്ല. കാലതാമസം അവൻ വരുത്തിയെന്നിരിക്കൂ, പക്ഷേ ദൈവ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. വൈഡേ രഗമന സന്തുനി റിഗൽ കട്ടം ജാരകാരഗതി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എടുക്കുന്നു. ഇന്ന് വചന ശുശ്രൂഷ കഴിയുമ്പോൾ ചില വ്യക്തികള്, നിങ്ങൾ ഏത് രോഗമാണ് നിങ്ങൾക്ക് പറയാൻ വയ്യാതെ, ജെനൈറ്റൽ ഓർഗൻസിൽ ആരെങ്കിലും ഭാരപ്പെടുന്നെങ്കിൽ, യൂറിനറി ഇൻഫെക്ഷനോ എന്തെങ്കിലും പറയാൻ കഴിയാത്ത സ്ഥാനത്താണെങ്കിൽ നിങ്ങൾ രഹസ്യമായി ഇച്ചിരി എണ്ണ എടുത്ത് അവിടെ പൂശട്ടെ. ദൈവം ഇന്ന് വിടുതൽ തരുമെന്ന് വ്യക്തമായി ദൈവാത്മാവ് ആലോചന അറിയിക്കുന്നു. രേഖാമന സന്തനെ രഗൽ കട്ടി ജാരക രഗത യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വഴിമാറട്ടെ. രക്തത്താൽ ജയം എടുക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇന്ന് പകൽക്കാലം അല്പസമയത്തെ ചിന്തയ്ക്കായി ദാസി പറഞ്ഞു 3/4 മണിക്കൂർ, പക്ഷെ എങ്കിലും ഇച്ചിരി നേരത്തെ സമയം തന്നു. അല്പസമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവസാനം നിങ്ങൾക്ക് എടുക്കാം. ഞാൻ 3/4 മണിക്കൂറിൽ തന്നെ പെട്ടെന്ന് തന്നെ നിർത്താം. ദൈവം തന്ന ആലോചന അറിയിച്ചുകൊണ്ട് 2 രാജാക്കന്മാർ 3-ാം അധ്യായം. പല ലൈനിൽ സംസാരിക്കുന്നോണ്ട് എനിക്ക് അറിയില്ല ഇവിടെ ഇത് സംസാരിച്ചോ, പക്ഷെ ദൈവാത്മാവ് സിസ്റ്റർ ഡേറ്റ് ഇട്ടപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ വന്ന ആലോചനയാണ് ഇത്. 2 Kings chapter 3 16, 17, 18 ആരെങ്കിലും ഒന്ന് മലയാളത്തിൽ ഉറക്കെ വായിച്ചാട്ടെ. അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവിൻ. നിങ്ങൾ കാറ്റു കാണുകയില്ല, മഴയും കാണുകയില്ല. എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും മറ്റു മൃഗങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ആമേൻ. ഇത് പോരാ എന്ന് യഹോവയ്ക്ക് തോന്നിയിട്ട് അവൻ മോവാബ്യരെയും നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. ആമേൻ. സ്തോത്രം. ഈ വാക്യം എല്ലാവർക്കും നല്ല പരിചയമുള്ളതും കേട്ട വാക്യമാ. ഇന്ന് ഒരു പ്രാവശ്യം കൂടെ എന്നെ സഹിച്ച് ഇതിന്മേൽ കേൾക്കണം. ദൈവശബ്ദം നിങ്ങളോട് എന്ത് അറിയിക്കുന്നെങ്കിൽ അത് ദൈവം സംസാരിക്കട്ടെ. കർത്താവെ, ഈ വചനത്തെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, നിന്റെ ശബ്ദമായി നീ എന്നെ എടുത്തു
ഉപയോഗിക്കണമേ. ഈ വചനത്തെ വാഴ്ത്തി അനുഗ്രഹിച്ചു തരണം. നിന്റെ ദാസിമാർക്ക് അതൊരു ദൂതായി വെളിപ്പെടുവാൻ, അവരുടെ ജീവിതത്തിൽ വിടുതലായി മാറുവാൻ സ്വർഗം ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇവിടെ പറയുകയാണ്, ഏലീശ പറയുക, നമുക്കത് അറിയാം. ആ വാക്യം നമ്മൾ പലപ്പോഴും അധ്യായം വായിച്ചിട്ടുണ്ട്. മറ്റുള്ള യാതൊന്നിലും പോകുന്നില്ല. ആ ചാപ്റ്ററിൽ തന്നെ നിന്നുകൊണ്ട് എനിക്ക് ദൈവം അവിടെ ചൂണ്ടിക്കാട്ടിയ ആ വിഷയങ്ങളെ മാത്രം പറഞ്ഞ് ഞാൻ നിർത്തിക്കൊള്ളാം. ഈ താഴ്വരയിൽ അനേക കുഴികൾ വെട്ടുവീൻ, നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വരയിൽ വെള്ളം കൊണ്ട് നിറയും. ഇത് പോരാ എന്ന് യഹോവയ്ക്ക് തോന്നിയിട്ട് അവൻ മോഹാബിയരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. നമ്മൾ വായിച്ചപ്പോഴേ നമുക്ക് മനസ്സിലായി ഇത് വിശ്വാസമാണ്. വിശ്വാസം നമ്മുടെ എബ്രായർ 11 വായിക്കുന്നു, വിശ്വാസം കൂടാതെ 11:1 വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത നിശ്ചയം. 6-ാം വാക്യം പറയുന്നത് എന്താ? വിശ്വാസം കൂടാതെ ദൈവത്തെ ആർക്കും പ്രസാദിപ്പാൻ കഴിയില്ല. നമ്മൾ പലപ്പോഴും സംസാരിക്കും, മറ്റുള്ളവരെ ബലപ്പെടുത്തും, എല്ലാം ചെയ്യും. പക്ഷെ നമ്മുടെ ജീവിത അനുഭവം വരുമ്പോൾ നമ്മൾ മറ്റുള്ളവർ പറയുമ്പോൾ എന്തോ ചെയ്യുന്നറിയോ? ഓ, അവർക്ക് അങ്ങ് പറഞ്ഞേച്ച് പോയാൽ മതി, അനുഭവിക്കുന്നത് ഞങ്ങളല്ലയോ. ഉടനെ വരുന്ന മറുപടി നമ്മുടെ. എന്നാ അവരത് പറയുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യാം. ഇന്ന് രാവിലെ ഒരു ക്യാൻസർ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. അവര് 4-5 വർഷമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങക്ക് വിശ്വാസം ഉണ്ടോ? പിന്നെ ഉണ്ടല്ലോ സിസ്റ്ററെ, എനിക്ക് ഒന്നുമില്ല, കർത്താവ് പറയണം, വിടുതൽ വേണോ ഏൽപ്പിച്ചു കൊടുത്തോ, പ്രാർത്ഥിക്കും, ദൈവം വിടുവിക്കും, ഞാൻ സീറ്റ് കാലിയാക്കും. എനിക്ക് ആരുടെ ഒന്നും നോക്കാൻ നിൽക്കാൻ ഒന്നും വേണ്ട, വിടുതൽ വേണോ ഏൽപ്പിച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞു, ഇത്രയും നാള് പറഞ്ഞതല്ല, ഈ ബൈബിള് സത്യമാണോ? ഈ ബൈബിളിൽ പറഞ്ഞ സംഭവങ്ങൾ സത്യമാണോ? പറയണം. കർത്താവ്, ഇത് സത്യവേദ പുസ്തകമാണെങ്കിൽ എന്റെ ജീവിതത്തിലേക്ക് ഇത് വരട്ടെ. ഇത് എന്തുകൊണ്ട് നടക്കത്തില്ലയോ? നടക്കും. പൊട്ടനെ പോലെ പറയാൻ റെഡി ആയാൽ കർത്താവോട് ചെയ്യാൻ റെഡിയാ. പലപ്പോഴും നമ്മുടെ ബുദ്ധി ഇങ്ങ് കയറി വരും. ഞാൻ ഫാർമസി പഠിച്ചുകൊണ്ട് ആദ്യം പെട്ടെന്ന് ഒരു സിസ്റ്റം എല്ലാം തെളിഞ്ഞിങ് വരും. ഇതാകുമ്പോ ഇങ്ങനെയായിരിക്കും. ഞാൻ പറയും, പോ സാത്താനെ, എന്റെ ദൈവം അതിലും വലിയവനാ. നിങ്ങൾ ദൈവത്തെ അതിരിടരുത്. കർത്താവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാ പലപ്പോഴും നമ്മൾ ബുദ്ധിയില് കർത്താവിന് ഒരു അതിരങ്ങിടും. നമ്മൾ ഇത്രേ പറ്റുള്ളൂ, ഇങ്ങനെ പോയാലേ പറ്റുള്ളൂ, അങ്ങനെ പോയാലേ പറ്റുള്ളൂ. നിന്റെ കഠിനമായ വീശി കർത്താവിന്റെ കയ്യിലും കൊടു. കർത്താവ്, നീ എന്താ ചെയ്യുന്നെങ്കിൽ എത്രയും വേഗം ചെയ്യാൻ പറഞ്ഞ് ഒരു പൊട്ടനെ പോലെ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം അത് ചെയ്തിരിക്കും. നമ്മുടെ ബുദ്ധി വന്നിട്ട് ദൈവത്തിന്റെ പ്ലാനും പദ്ധതി എല്ലാം ഇട്ട് കുഴച്ച് അവസാനം കൊണ്ടുവരും കർത്താവിന്റെ കയ്യിലോട്ട്. മെഡിക്കൽ റിപ്പോർട്ട് പറയുന്ന എന്താ? ഒരു രോഗവുമില്ല, ഇതായിരിക്കും അതായിരിക്കും. അപ്പൊ ഇന്ന് ആ സുമോളാൻറ്റി 4-5 വർഷമായിട്ട് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞു. ഇപ്പോഴത്തെ വേദന എന്ന് പറയുന്നേ ഈ അസ്ഥികളുടെ മുകളിൽ ആ പുള്ളിക്കാരി പറയാ, വാക്കത്തി എടുത്ത് അസ്ഥിയിൽ അടിച്ചാൽ എങ്ങനെ അതുപോലത്തെ വേദന. അപ്പൊ ഞാൻ പറഞ്ഞു, 3 ദിവസം ഉപവാസത്തിൽ ഇരിക്കാൻ റെഡിയാണോ? അപ്പൊ ഇന്നലെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു വലിയ ദൈവ സാന്നിധ്യം ഇറങ്ങി. പുള്ളിക്കാരി പറയാ, വേദനയും മാറി, എല്ലാം മാറി. പൂ പോലെ കട്ടിലെ കിടന്ന് ഇങ്ങനെ പൊങ്ങി താഴുകയും ചെയ്യുവോ. ഞങ്ങൾ 6 പേരുണ്ടായിരുന്നു. ഞങ്ങൾ ചാടി യേശുവേ എന്ന് വിളിക്കാൻ ഇടയായി. ആ ദാസി പറയാ, എന്റെ ശരീരത്തിന് എന്താ കണ്ട് ഇറങ്ങിപ്പോയി. എന്റെ ദൈവമേ, 5 വർഷമായി ആ ദാസി കണ്ണുനീർ ഒഴുക്കി കരഞ്ഞ് ഇരിക്കുക. ഇന്ന് കർത്താവിന്റെ വിടുതലിന്റെ ദിവസമായിരുന്നു. ദാസി പറയാ, ഇങ്ങനെ ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇപ്പൊ നമ്മൾ സാക്ഷ്യം കേട്ടതുപോലെ നിങ്ങൾ ചോദിക്കണം, ആ രക്തസ്രാവമുള്ള സ്ത്രീ പബ്ലിക്ക് വന്നാൽ ആൾക്കാർ കൊന്നുകളയും. അവളുടെ ഇത് കണ്ട് ഏതായാലും മരണം മുന്നിലിരിക്കുക, എന്നാ ഒന്നും കൂടി ജീസസ് ട്രൈ ചെയ്യുക. ആ വിശ്വാസം അവിടെ വന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് ഞാൻ പറയും, തൊട്ടു സുഖമായി. കർത്താവ് യേശുവിനെ ആരും തൊട്ടിട്ടില്ലയോ? എത്രയോ പേര് തൊട്ടു, എല്ലാവരും കൂട്ടത്തിൽ പോയി എല്ലാം ചെയ്തു. പക്ഷെ എന്തിനാ യേശു അവളെ മുന്നിൽ കൊണ്ടുവന്ന് വിളിച്ചേ? വാ, ആരാ എന്നെ തൊട്ടതെന്ന് ചോദിച്ച് വിളിക്കുക മുന്നോട്ട്. അതെന്താ കർത്താവ് അങ്ങനെ ചെയ്തേ? നാണം കെടുത്താനാണോ? അല്ല, കർത്താവിന് പറയണം, ഞാൻ അറിഞ്ഞു,
അതുകൊണ്ട് അവളെ ആരും, മറ്റുള്ളവരാരും അവളെ ദോഷം ചെയ്യരുത്. ഞാൻ പെർമിഷൻ കൊടുത്തതാ. അവൾ എന്നെ തൊട്ടെങ്കിൽ അവൾക്ക് സൗഖ്യം വന്നോ, അത് പബ്ലിക്കിൽ അറിയണോ. നിന്റെ വിടുതല് രഹസ്യമായി നീ വെക്കരുത്. ദൈവം ഒരു വിടുതൽ തന്നെങ്കിൽ നീ വിചാരിക്കും കൊച്ചു വിടുതലാ. ഇല്ല, അത് പബ്ലിക്കിൽ ദൈവാത്മാവ് നിയോഗം തരുമ്പോൾ നീ അത് പറഞ്ഞാൽ അതിന് ഡബിൾ വിടുതൽ നിന്റെ ജീവിതത്തിൽ അനുഭവിക്കും. യെസ്, ഇന്ന് പകൽക്കാലം നിങ്ങൾ ഏറ്റുപറഞ്ഞാട്ട് ദൈവസന്നിധിയില് നിങ്ങൾ പലരും തീരുമാനം എടുത്തു, ഇന്ന വിഷയം നടന്നാൽ ഇന്നത് ചെയ്യാം. പക്ഷെ പലപ്പോഴും അത് മുടങ്ങിക്കിടക്കുക. ഈ ദിവസങ്ങളിൽ ആ തീരുമാനത്തിലേക്ക് മടങ്ങി വരട്ടെ. ഇവിടെ പറയാ താഴ്വരയിൽ കുഴികൾ വെട്ടാൻ. ആ താഴ്വരയിൽ കുഴി വെട്ടുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമുക്ക് നന്നായി അറിയാം. നമ്മൾ താഴ്വരകളെ ട്രെയിനിൽ പോകുമ്പോഴും ബസ്സിൽ പോകുമ്പോഴും പ്ലെയിനിൽ പോകുമ്പോഴും എല്ലാം കാണുന്നുണ്ട്. നമ്മളായിരുന്നെങ്കിൽ പറഞ്ഞേനെ വെട്ടാതെ ദൈവം വെള്ളം തരുന്നെങ്കിൽ തരട്ടെ എന്ന്. കർത്താവിന് ഒരു പോസ്റ്റ്മാനെ ആവശ്യമുണ്ട്. കർത്താവിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒരു മീഡിയ പോലെ നമ്മൾ യൂസ് ചെയ്യുക. ദൈവത്തിന് അറിയാഞ്ഞിട്ടല്ല, ദൈവത്തിന് തന്റെ മഹത്വം വെളിപ്പെടുത്തണം. അത് ഒന്നേ ഉള്ള കർത്താവിന്റെ ആഗ്രഹം. പറയാ അവിടെ ഒന്ന് താഴ്വരയിൽ കുഴി വെട്ട്. ആ ജനം വെട്ടി. എന്തുകൊണ്ട് വെട്ടി? മരണം മുമ്പിലാ. വെള്ളമില്ലെങ്കിൽ മരണമാ. ഈ ജനം മുഴുവനും ഉണ്ട്, വേറെ നിവർത്തിയില്ല. അപ്പോൾ അവിടെ പറയാ കുഴി വെട്ട്. വെട്ടി. വെള്ളം എവിടെ നിന്നാ? തിരക്കുക. എവിടെന്നാ വെള്ളം വരുന്നേ? ആ മരുഭൂമിയില. നമ്മൾ അതിന്റെ ചുരുക്കം വായിച്ചു കഴിഞ്ഞാൽ ആ 3-ാം അധ്യായത്തിൽ തന്നെ നിന്നുകൊണ്ട് ഞാൻ പറയുക. ആ 3-ാം അധ്യായത്തിൽ പറയുന്ന 3 രാജാക്കന്മാർ, ഇസ്രായേൽ രാജാവ്, യഹൂദ രാജാവ്, ഏദോം രാജാവ് ഉണ്ട്. അവിടെ യഹോശഫാത്ത് ഉണ്ട്. ഇവർ എന്ത് ചെയ്തു? 3-ാം അധ്യായത്തിന്റെ ആ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ചരിത്രം എല്ലാം അറിയാം. ഇവര് 3 പേരും യുദ്ധത്തിന് വേണ്ടി കടന്നു പോകുന്നു. വെള്ളമില്ലാതെയാകുന്നു. ഏദോം വഴിയായി 7 ദിവസം വഴി ചുറ്റി. മൃഗങ്ങൾക്കെല്ലാം വെള്ളമില്ലാതെയായി. ഞങ്ങൾ ഇനി മരിച്ചു പോകുമോ എന്നുള്ള ലെവലെത്തിയപ്പോൾ യഹോശഫാത്ത് ചോദിക്കുക, ഇവിടെ ആരുമില്ലയോ? ദൈവാലോചന പറയാൻ ആരുമില്ലയോ? അപ്പോൾ പറയുക, ഏലീശ ഇവിടെ ഉണ്ട്. ഏലീശ വന്ന് പറയുന്ന ദൂതാണ് ഈ താഴ്വരയിൽ കുഴി വെട്ടാൻ. ഇത് വരണമെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ വിടേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? 2-ാം വാക്യത്തിന്റെ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ അവന്റെ അപ്പൻ, ആ രാജാവിന്റെ അപ്പൻ ഉണ്ടാക്കിയ ബാൽ വിഗ്രഹത്തെ അവൻ നീക്കിക്കളഞ്ഞു. ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടത് വിഗ്രഹങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റണം. നമുക്ക് ആർക്കും വിഗ്രഹമില്ല. പിന്നെ ഈ പ്രായമുള്ള നമ്മളെല്ലാം വിശ്വാസത്തിലുള്ളതുകൊണ്ട് നമുക്കെല്ലാം നന്നായി അറിയാം എന്താണ് നമ്മുടെ വിഗ്രഹം. കർത്താവിനെ കാട്ടി കൂടുതൽ എന്തേ സ്നേഹിക്കുന്നു? കർത്താവിനെ കാട്ടി കൂടുതൽ ഇനി ഉറക്കാണോ? കർത്താവിനെ കാട്ടി കൂടുതൽ നിന്റെ ആഹാരമാണോ? കർത്താവിനെ കാട്ടി കൂടുതൽ നിന്റെ ഫോണാണോ? കർത്താവിനെ കാട്ടി കൂടുതൽ നിന്റെ സമ്പത്താണോ? ഭാര്യയാണോ? മക്കളാണോ? അച്ഛനാണോ? വേണ്ട, അത് നീക്കിക്കളയണം. കർത്താവിന് 1-ാം സ്ഥാനം. കർത്താവ് പറയുന്നു, ഞാനല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ദൈവം ഉണ്ടാകരുത്. പലപ്പോഴും നമ്മുടെ ടെൻഷൻ മുഴുവൻ കർത്താവിലെ ക്രിസ്തുവിലുള്ള ഏകാഗ്രത മാറ്റുന്ന പിശാചിന്റെ നല്ല ട്രിക്കാ. ഏതൻ തോട്ടത്തിൽ വന്ന പോലെ അച്ഛൻ പുറത്തോട്ട് പോയി, തന്നെ പോയി. ഒരു കാര്യം ഇല്ലാത്ത കാര്യം എടുത്തോണ്ട് ഒരു 10-15 മിനിറ്റ് ലേറ്റ് ആവുമ്പോഴത്തേക്കിനും പിശാച് വെപ്രാളം പിടിപ്പിച്ച്, എന്തേലും സംഭവിച്ചു എന്റെ അച്ഛൻ. നീ എവിടെ ആശ്രയിക്കുന്നേ? നീ ദൈവത്തിൽ ആശ്രയിക്കേ. ദൈവത്തെ വിട്ട് നീ ഏതിനെ മുന്നിൽ വെച്ചാലും കർത്താവ് അതിനെ ഒടിച്ച് കളയും. നേരത്തെ മാറ്റേണ്ടത് മാറ്റി ദൈവത്തെ മുന്നിൽ കൊണ്ടുവന്നാൽ, നിന്റെ പ്രയോറിറ്റി ദൈവമായി തീർന്നാൽ ബാക്കി കാര്യങ്ങളെ കർത്താവ് നോക്കിക്കൊള്ളൂ. ഒന്ന് നമ്മുടെ ജീവിതത്തിൽ മാറ്റേണ്ടത് നമ്മുടെ വിഗ്രഹങ്ങളെ മാറ്റണം. നമ്മുടെ ജീവിതത്തിലെ ദൈവമല്ലാതെ യാതൊന്നും ഉണ്ടാകരുത്. ഒരു വിഗ്രഹ സമാനമായി നമ്മുടെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാകരുത്. ചിലവർക്ക് പാപം വിഗ്രഹമായിരിക്കുക. കായിനോട് പറഞ്ഞ പോലെ അത് വാതിക്കെ കിടക്കുന്നുണ്ട്. നിനക്ക് അതിനോട് മനസ്സില്ലേലും അതിന് നിന്നോട് മനസ്സാ. എപ്പോഴാന്നറിയോ? നമ്മുടെ ബലഹീനതയില് വെയിറ്റ് ചെയ്തിരിക്കുക, പാപം ഒന്ന് കേറി കിട്ടാൻ വേണ്ടി. നമ്മുടെ ബലഹീനത എന്തുവാ? നമ്മൾ വിചാരിക്കും ഇന്ന് അവരെ കാണുമ്പോ എത്ര വേണോ അത്രേ സംസാരിക്കുന്നുള്ളൂ. അവിടെ പോയി ഒന്ന് സംസാരിക്കാൻ തുടങ്ങുമ്പോ, സിസ്റ്ററെ
ആ സഹോദരി എങ്ങനെയുണ്ട്, അപ്പോഴത്തേക്കിനും അവരുടെ കുറച്ച് കാര്യം, അപ്പോഴത്തേക്കിനും മറ്റേ സഹോദരി. നമ്മുടെ പാപം നമ്മുടെ വായും കൊണ്ട് ഓവർ വർത്താനം പറഞ്ഞ് ഔവ പറഞ്ഞ പോലെ ഉള്ളതെല്ലാം നശിപ്പിക്കും. ഇതുവരെ കൃപ പ്രാപിച്ച് കേറി വരാൻ ഉപവസിച്ചും പ്രാർത്ഥിച്ചും വില കൊടുത്ത് നമ്മളിങ്ങനെ പെട്ടകത്തിന്റെ അകത്തിൽ കൂടെ വരുന്നത് ഒരാള് വന്ന് ഏറ്റവും സ്നേഹിക്കുന്ന, ഏറ്റവും പരിചയമുള്ളവര് നമ്മുടെ വായ്ക്കകത്തോട്ട് കുത്തി ചോദ്യം ചോദിക്കുമ്പോ നമ്മളുള്ള രഹസ്യം എല്ലാം പറഞ്ഞ് പാപം ചെയ്ത് അവർ പോയി കഴിയുമ്പോ, കർത്താവേ വേണ്ടായിരുന്നു, അവരോട് ഇത്രയും സംസാരിക്കേണ്ടായിരുന്നു, അവർ പോകാന്ന് പറഞ്ഞപ്പോ വിട്ടാ മതിയായിരുന്നു, എല്ലാം ചെയ്ത് കഴിഞ്ഞ് പിന്നെ കർത്താവിനോട് ഏറ്റുപറയുക. പാപം വാതുക്കെ കാത്തു കിടക്കുക. നിന്റെ ബലഹീന സമയം എവിടെയാ വെയിറ്റ് ചെയ്ത നിൽക്കുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം ഉപവാസം എടുത്തപ്പോൾ രാവിലെ ഞാൻ കഴിക്കുന്നില്ല തീരുമാനിച്ചു. പക്ഷെ അന്ന് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു, ഇച്ചിരി കഴിക്കാം, അത് കഴിഞ്ഞ് ഇഞ്ചക്ഷൻ എടുത്തേക്കാം. ഇപ്പൊ ഉപവാസം ഒന്നല്ലല്ലോ ദൈവം നോക്കുന്നത്, ദൈവം ഹൃദയമല്ലേ നോക്കുന്നത്. ഇന്ന് വലിയ കാര്യമായിട്ടൊന്നുമില്ല, അതുകൊണ്ട് സമയമെടുത്ത് പ്രാർത്ഥിക്കാൻ ഇരിക്കാൻ കഴിച്ചേക്കാം. ഞാനിങ്ങനെ കൈ അതേലോട്ട് തൊടുവേ ചെറിയ ശബ്ദത്തിൽ പറയുക, ജ്യേഷ്ഠാവകാശം വിട്ടു യേശാവ്. ഞാൻ പെട്ടെന്ന് എന്നോട് ചോദിക്കുക, ഈ ബ്രേക്ക്ഫാസ്റ്റ് 1 മണിക്കൂർ കഴിഞ്ഞാലും ഇത് നിന്റേത് തന്നെയാ, 5 മണിക്കൂർ കഴിഞ്ഞാലും നിന്റേത് തന്നെയാ, നീ ആദ്യം പോയി പ്രാർത്ഥിച്ചേച്ചു വാ, അത് കഴിഞ്ഞിട്ട് കഴിച്ചേച്ച് കയറി കിടന്ന് ഉറങ്ങാൻ. ഞാൻ ഒരമ്മ പറയുന്നത് പോലെ ഞാൻ അപ്പൊ തന്നെ, കർത്താവ് എന്നോട് ക്ഷമിക്കണേ, ഷുഗറല്ല എന്തോ വന്നാലും കർത്താവ് എന്നോട് സംസാരിച്ചല്ലോ, അതിനായി സ്തോത്രം എന്ന് പറഞ്ഞ് ഞാൻ ഇവിടുന്ന് മേളിക്കേറി കർത്താവിനോട് പറഞ്ഞു, ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ആര് വരാൻ പാടില്ല, ബെല്ലടിക്കാൻ പാടില്ല, ഒന്നും അറിയണ്ട. 3 മണി രാവിലെ മുതൽ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ഇടയായി. വിശപ്പും ഇല്ല, ദാഹവും ഇല്ല, ഒന്നുമില്ല. ഇന്ന് ആരെങ്കിലും തീരുമാനം എടുത്തിട്ട് കഴിയുന്നില്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഒന്നും കൂടെ സമർപ്പിച്ചോ. ഒരു നേരം മതി നിന്റെ ഏകാഗ്രത കർത്താവിന് വേണ്ടുന്നേ. പലപ്പോഴും നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ നമ്മളെ മയക്കിക്കളയോ, ശത്രു വെയിറ്റ് ചെയ്യാ, നീ എപ്പോഴാ മയങ്ങുന്നേ, അവൻ കളവിതയ്ക്കോ. നിന്നെ രാത്രിയാമങ്ങളിൽ ഉണർത്തി പ്രാർത്ഥിക്കാൻ കർത്താവ് വിളിക്കുമ്പോൾ നമ്മളെ കൊണ്ടുവരും. നീ മയങ്ങിയാൽ, നിന്നെ മയക്കി കിടത്തിയാൽ നിന്റെ തലമുറയെ, നിന്റെ കുടുംബത്തെ ശത്രു വന്ന് കളവെതച്ച് പറിച്ചോണ്ട് പോകോ. ആ രാത്രിയാമങ്ങളിൽ നമ്മൾ വളരെ ജാഗ്രതയോടെ ആയിരിക്കണം. തലമുറകള്, മക്കളായാലും കൊച്ചുമക്കളായാലോ, ദേശത്ത് വ്യാപരിക്കുന്ന ഒരു ഇരുട്ടിന്റെ മണ്ഡലമുണ്ട്. 12 മുതൽ വെളുപ്പിന് 3 മണി വരെ എല്ലാവരും ഫോണില് പാപം ചെയ്യുമ്പോൾ ആ പാപം ചെയ്യിപ്പിക്കുന്ന ഒരു ദുരാത്മാവ് ദേശത്ത് വ്യാപരിക്കുമ്പോൾ അഭിഷക്തനുള്ള നീ കൽപ്പിക്കണോ, എന്റെ ഭവനത്തെ വിട്ട് അതിരിടണോ. നീ യേശുവിന്റെ നാമത്തിൽ ദൈവ സാന്നിധ്യം നിന്റെ ഭവനങ്ങളിലേക്ക് ഇറങ്ങട്ടെ, ദൂതന്മാർ ഇറങ്ങട്ടെ, നിന്റെ ഭവനത്തെ ചുറ്റും ദൂതന്മാർ കാവൽ നിൽക്കട്ടെ, വഴി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കും. അവിടെ ആ രാജാവ് വിടേണ്ടത് ബാൽ വിഗ്രഹം മാറ്റിയപ്പോൾ കാറ്റ് കാണില്ല, മഴ കാണില്ല, വെട്ടിയ കുഴിയെല്ലാം വെള്ളം കൊണ്ട് നിറയും. 5-ാം വാക്യം വായിക്കുന്ന കേട്ടോ. ആഹാബ് മരിച്ച ശേഷം മോവാബ് രാജാവ് ഇസ്രായേൽ രാജാവിനോട് മത്സരിച്ചു. 2ാമത്തെ കാര്യം എന്താ അറിയോ? മത്സരം വിടണം, മത്സരം ഉണ്ടാകരുത്. നമ്മൾക്ക് പല വാക്യങ്ങളും അറിയാം. മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കും. മത്സരിക്കുമ്പോ നല്ല ജോഷ, നല്ല കോമ്പറ്റീഷനാ. മത്സരിച്ച് ഒടുവിൽ അറിയുന്നേ, എല്ലാം നഷ്ടമായി കഴിയുമ്പോ അറിയും, മത്സരിച്ചിൽ കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും സംഭവങ്ങള്. മത്സരം കൊണ്ടുവരൂ, പക്ഷെ മത്സരത്തിന് പോകരുത്. അത് ആഭിചാരത്തിന് തുല്യമാ. മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കൂ. ഒരിക്കലും ഒരു ഉയർച്ച ഉണ്ടാകയില്ല. ഒരിക്കലും നിങ്ങൾ മത്സരത്തിന് പോകരുത്. ഇവിടെ ഒരു മത്സരം വന്നു, യുദ്ധം തുടങ്ങി. എവിടെ മത്സരമുണ്ടോ അവിടെ യുദ്ധം വരൂ. നീ മത്സരം നിന്റെ ഉള്ളിൽ വരുമ്പോൾ നീ യുദ്ധത്തിന് വേണ്ടി വഴി തുറക്കുക. നിന്റെ
നിന്റെ ഉള്ളിൽ മത്സരം വരുമ്പോൾ പോരാട്ടത്തിന് വഴിയാ. അതിന് നിന്നോട് ആഗ്രഹിച്ചത് കേറി വരും. മത്സരം വരുമ്പോൾ അടിച്ചമർത്തണം. മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കണം. നമ്മുടെ മനസ്സ് പറയൂ, അന്നാലും വേണ്ടായിരുന്നു, അവർ എങ്ങനെ ഇത് ഒപ്പിച്ചു. പക്ഷെ നമ്മൾ ജഡത്തോട് പറയണോ, അടങ്ങിയിരിക്കേ, എന്റെ വിഷയമല്ല, അവര് ദൈവമായിട്ടുള്ള കാര്യം. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ നമ്മളെ തന്നെ കീഴടക്കാൻ തുടങ്ങിയാൽ ദൈവപ്രവൃത്തി, വലിയ ദൈവപ്രവൃത്തി നിങ്ങൾ കാണുക തന്നെ ചെയ്യൂ. മത്സരിക്കാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കരുത്. അത് വളരെ ജാഗ്രതയോടെ ആയിരിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മത്സരിക്കുമ്പോൾ നിങ്ങൾ പറയണോ, ഒരു മത്സരത്തിന് നിങ്ങൾ പോകരുത്. നമ്മൾ കുഞ്ഞുങ്ങളോട് പറയൂ, ആ കുഞ്ഞ് കണ്ടില്ലയോ 100 മേടിച്ചു, നിനക്കെന്താ 90? നിന്റെ ബുദ്ധി അല്ലാതെ കൊച്ചിന് പിന്നെ ഐൻസ്റ്റൈന്റെ ബുദ്ധിയാണോ ഉള്ളത്? നീ പറയണം, ആ കൊച്ചിന് 100 മേടിക്കട്ടെ, നീയും 100 മേടിക്കേ. ഒരിക്കലും കമ്പാരിസൺ ചെയ്ത് നിന്റെ തലമുറയെ നീ ഒതുക്കരുത്. കമ്പാരിസൺ ചെയ്ത് മത്സര ബുദ്ധി കുഞ്ഞുങ്ങളിൽ കേറ്റരുത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങളെ മത്സരം നിർത്തിയാൽ ദൈവം വലിയ പ്രവൃത്തി അവിടെ ചെയ്യും. ഇവിടെ ഒരു മത്സര മുഖാന്തരം വലിയൊരു യുദ്ധത്തിനായി കാര്യങ്ങൾ യുദ്ധത്തിലേക്ക് നീങ്ങുവാൻ ഇടയായി. യഹോശഫാത്ത് പറയുകയാണ്, ഞാൻ വരാം യുദ്ധത്തിന് വേണ്ടി, എന്റെ ജനം, എന്റെ ഇത്, വാ നമുക്ക് യുദ്ധത്തിന് പോകാം. മോവാബ് രാജാവിനോട് നമുക്ക് യുദ്ധത്തിന് പോയി ജയിക്കാം. അവിടെ എല്ലാം ഒരുങ്ങിക്കെട്ടി അവര് മരുഭൂമിയായി വഴി വന്നു. പക്ഷേ 7 ദിവസം കഴിഞ്ഞപ്പോൾ അവരെല്ലാം വെള്ളമില്ലാതെ മരണത്തിന്റെ വക്കോളം എത്തി. അപ്പൊ യഹോശഫാത്ത് ചോദിക്കുക, എന്റെ ദൈവമേ, ഞങ്ങളെ ഈ മരുഭൂമിയിൽ കൊല്ലാൻ വേണ്ടിയാണോ ഇവിടെ കൊണ്ടുവന്നത്? ഞങ്ങൾ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണോ? ഇല്ല, മരുഭൂമിയിൽ നീ ദൈവ ശബ്ദം കേൾക്കണോ? ദൈവാലോചന നീ അറിയണോ? ഇന്നാരെങ്കിലോ മരുഭൂമിയുടെ അവസ്ഥയിൽ കടന്നു പോകുന്നെങ്കിൽ നീ ദൈവ ശബ്ദം ചോദിക്കേ, ഒരാടയാളം ചോദിക്കേ, ദൈവ പ്രവൃത്തി നീ കാണോ. യഹോശഫാത്ത് ചോദിക്കുകയാണ്. നമുക്ക് പഴയ നിയമത്തിലെല്ലാം കാണാം. യഹോശഫാത്ത് എവിടെല്ലാം യുദ്ധത്തിന് പോകുന്നോ യഹോശഫാത്തിന്റെ ആശ്രയം മുഴുവനും ദൈവത്തില, ശബ്ദം മുഴുവൻ ദൈവത്തില. ദൈവത്തിന്റെ ആശ്രയം മാത്രമേ ഉള്ളൂ യഹോശഫാത്തിന്. അവിടെ പറയുകയാണ്, ഇവിടെ ആലോചന പറയാൻ ആരുമില്ലയോ, ഞങ്ങൾ ഇവിടെ നശിച്ചു പോകണമോ? അപ്പോൾ അവിടെ ഒരു സാക്ഷ്യമുണ്ട്. ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത ഏലീശ ഇവിടെ ഉണ്ട്. നിന്നെ കുറിച്ച് അങ്ങനെ ഒരു സാക്ഷ്യം പറയുമോ? നമ്മുടെ സാക്ഷ്യം നിലനിർത്തണം. നമ്മുടെ സാക്ഷ്യം നിലനിർത്തണം. നമ്മുടെ സാക്ഷ്യം ആരാ? നമ്മുടെ ഭർത്താവും നമ്മുടെ കുഞ്ഞുങ്ങളാ നമ്മുടെ സാക്ഷ്യം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അയൽവക്കൻ സഭ. നമ്മുടെ കുഞ്ഞുങ്ങൾ പറയണോ, എന്റെ അമ്മയോട് ചോദിക്കേ, എന്റെ അമ്മ ആലോചന പറയൂ, നിന്റെ സാക്ഷ്യം നിലനിർത്തണം. ഇവിടെ പറയാണ്, ഏലീശ അവിടെ ഉണ്ട്. ഏലിയാവിന്റെ കൈക്ക് വെള്ളം കൊടുത്ത ഏലീശ ഒഴിച്ചുകൊണ്ട് ചോദിക്കേ, ഞങ്ങൾ ഇവിടെ നശിച്ചു പോകണോ? ആ സാക്ഷ്യം കേട്ടോ, ആ സാക്ഷ്യം കേട്ടോ. നിന്റെ തലമുറ നീ പറയുമോ, എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ പഠിപ്പിച്ചതാ, അതുകൊണ്ട് അവരെന്തെങ്കിലും വരുമ്പോൾ പെട്ടെന്ന് മമ്മിയെ വിളിക്കേ. ഞാൻ പറയും, നീ എന്നെ വിളിക്കണ്ട, നിങ്ങൾ ഒരു അടയാളം ചോദിച്ചേച്ച് എന്നെ വിളിക്കേ. എന്നാലേ ഒരു കൺഫർമേഷൻ ഉണ്ടാകുകയുള്ളൂ. നിങ്ങളുടെ സാക്ഷ്യം നിങ്ങളുടെ കുഞ്ഞുങ്ങളാ. നമ്മൾ ആരാന്നുള്ളത് നമ്മുടെ ഭർത്താവും നമ്മുടെ വേലക്കാരുമാ നന്നായി അറിയുന്നത്. ആരുടെ മുൻപിൽ മൂടുപടം ഇട്ടാലും നമ്മൾ ഉള്ളതുപോലെ അറിയുന്നത് നമ്മുടെ ഭർത്താവും നമ്മുടെ വേലക്കാരിയാ. പെട്ടെന്ന് ആ കോപം ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കാണിക്കുന്ന ആരോടാ അറിയോ? വേലക്കാരോട്. ആര് ചോദിക്കാൻ പറയാനില്ല, കർത്താവും കാണുന്നില്ല, മക്കളും കാണുന്നില്ല, അച്ഛനും കാണുന്നില്ല. പെട്ടെന്ന് ഇങ്ങോട്ട് വരും. ഞാൻ പലപ്പോഴും അത് എന്നെ ദൈവം ട്രെയിൻ ചെയ്ത് ഒതുക്കിയിട്ടുണ്ട്. ഞാൻ പാലടുപ്പേ വെച്ചു, അവളോട് നോക്കാൻ പറഞ്ഞേച്ച് ഞാൻ ബെഡ്റൂമിൽ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും പാലെല്ലാം ഇങ്ങനെ തളച്ച് സ്റ്റൗവേ വീണു. ഞാനിങ്ങനെ കണ്ടോണ്ട് ഇങ്ങനെ ഓടി വരുവേ. ആത്മാവ് പറഞ്ഞു, ഷട്ടപ്പ്. ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് സൗണ്ട് മാറ്റി, നീല എന്നവളുടെ പേര്, നീല, സ്റ്റൗവേ പാല് ഒഴുകിയത് നീ കണ്ടില്ലയോ? അയ്യോ സോറി ആന്റി, ഞാൻ മറന്നുപോയി. കർത്താവ് പറഞ്ഞു, നീ ആണെങ്കിലും അവളാണെങ്കിലും മറന്നു. നിന്റെ കോപം ജ്വലിപ്പിക്കരുത്. നീ ആരാന്നുള്ളത് അവള് പറയും പുറത്തു പോയി. നീ ചെയ്യുന്നത് എന്താണെന്നുള്ളത് അവള് പോയി സാക്ഷ്യം പറയും.
ഈ ആന്റി കാണുന്ന ആളല്ല. നമ്മുടെ ശബ്ദത്തെ, നമ്മുടെ കോപത്തെ നമ്മൾ കീഴടക്കണം. എന്തിന്? നമ്മുടെ സാക്ഷ്യം നിലനിർത്താൻ. പലതും മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ല, നമുക്ക് പറയാൻ അറിയാം. നമുക്ക് നല്ല വാക്ക് ചാതുര്യമുള്ളവരാ, നമുക്ക് എല്ലാം സത്യം അറിയാം. പക്ഷെ അവിടെ ഇല്ല ഒന്ന് ശാന്തത, ഒന്ന് മിണ്ടാതെ, ഒന്ന് സൗമ്യതയോടെ. ആ അരിശം വരുമ്പോ ഒരു നിമിഷത്തേക്ക് നിന്നിട്ട് ആ സൗണ്ടിങ് കുറയ്ക്കണം. ഞാൻ പെട്ടെന്ന് എന്റെ മോളോട് ചോദിക്കും, വിളിച്ച് വിളിച്ച് കാണാതെ ആവുമ്പോ ഞാന് ചിക്കോന്നൊരു വിളിയുണ്ട്. കൊച്ചിങ്ങനെ താഴെ വരുമ്പോ ആത്മാവ് പറയും സൈലന്റ്. പരിശുദ്ധാത്മാവിന്റെ വീട്ടിൽ നിൽക്കുന്നെങ്കിൽ ഒരു ഗസ്റ്റ് പോലെ ആയിരിക്കണം നമ്മുടെ ഇടപെടൽ. ഒരു ഗസ്റ്റ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ വായലയ്ക്കോ? നിങ്ങൾ എത്രയും സൗമ്യത പാലിക്കുമോ, എത്രയും ശബ്ദം എടുക്കാതിരിക്കുമോ, അതുപോലെ ആത്മാവിനെ നിങ്ങളുടെ ശരീരത്തില് വസിക്കണം. നിങ്ങൾ ഇടയ്ക്ക് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ആത്മാവ് വന്നു പോയി നിൽക്കയില്ല. ആത്മാവ് പോകുന്നതും അറിയത്തില്ല, ശൗലിന്റെ മോളി വന്നതുപോലും അറിയത്തില്ല. നമ്മൾ സൗമ്യത, അരിശമില്ലാഞ്ഞിട്ടല്ല, ക്രിസ്തുവിൽ കീഴടക്കുക. ശബ്ദം എടുക്കാൻ അറിയിഞ്ഞിട്ടല്ല, കീഴടക്കുക. കർത്താവിൽ കാഹളം പോലെ ശബ്ദം ദൈവസന്നിധിയിൽ വരുമ്പോൾ ഉപയോഗമാകട്ടെ. നമ്മുടെ സാക്ഷ്യം, നമ്മുടെ നിലനിൽക്കുക ദൈവം ഇടയാക്കി തീർക്കട്ടെ. അവിടെ വേറെ ഒരു കാര്യം കൂടെ കാണുന്നു. 20-ാം വാക്യം നോക്കിക്കേ. പിറ്റേന്നാൾ രാവിലെ ഭോജനയാഗത്തിന്റെ സമയത്ത് വെള്ളം ഏതോ വഴിയായി വരുന്നു. പ്രാർത്ഥന വേണം. എന്ത് വേണോ? പ്രാർത്ഥന വേണം, വിശ്വാസം വേണം, അനുസരണം വേണം. വിടേണ്ട വിഗ്രഹങ്ങളെ മാറ്റണം, മത്സരം മാറ്റണം, നിന്റെ സാക്ഷ്യം നിലനിർത്തണം. 5-ാമതായിട്ട് പറയുന്നു, പിറ്റേന്നാൾ രാവിലെ ഭോജനയാഗത്തിന്റെ സമയം വെള്ളം ഏതോ വഴിയായി വരുന്ന കണ്ടു. ശത്രു എഴുന്നേറ്റിട്ടില്ല. ആ സമയത്ത് ഇവർ യാഗം കഴിക്കാൻ എഴുന്നേറ്റു. വെള്ളം വരുമ്പോൾ ശത്രു കണ്ടില്ല. അവന്റെ കണ്ണിൽ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞപ്പോൾ വെള്ളമെല്ലാം രക്തമായ കണ്ടത്. ആ കഥയെല്ലാം നമുക്ക് അറിയുന്നോണ്ട് ഞാൻ അതിൽ വിവരിക്കുന്നില്ല. എപ്പോ എഴുന്നേൽക്കണം പ്രാർത്ഥിക്കാൻ? വില കൊടുത്ത് എഴുന്നേൽക്കണം. ശത്രു എഴുന്നേറ്റ്, അവന് വെയിലും അടിച്ച്, അവന് എഴുന്നേറ്റ് മണി കേൾക്കുമ്പോഴല്ല, നിന്നെ എഴുന്നേൽപ്പിക്കേണ്ട 4-ാം യാമത്തിൽ അല്പസമയം മാറ്റിവെച്ച് നിന്റെ ഭവനത്തിന് നീ കോട്ട കാത്തുകൊള്ളണോ. കൈ ഉയർത്തി പറയണോ, അന്തരീക്ഷത്തിൽ പറയണോ, ഇടത്തും വലത്തും മുന്നിലും പുറകിലോ വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ അഭിഷേകത്താൽ അവനെ ബന്ധിക്കണം. അതിരിടണം നിന്റെ ഭവനത്തിൽ. നിങ്ങൾ ഭവനത്തിന്റെ കാവൽക്കാരനാണെങ്കിൽ എന്ത് വന്നാലോ നിങ്ങളോട് ചോദിക്കത്തുള്ളൂ, കാവൽക്കാരാ നീ എന്തെടുക്കുമായിരുന്നു? നിന്റെ തലമുറ എവിടെ? നിനക്ക് എന്തുകൊണ്ട് ഈ നഷ്ടം? നീ ഉറങ്ങിപ്പോയോ? നീ ഉറങ്ങരുത്. നീ എഴുന്നേറ്റ് യാഗം കഴിക്കട്ടെ. യുദ്ധം യഹോവയ്ക്കുള്ളത്. ദൈവം പോരാ എന്ന് കണ്ടിട്ട് മോവാബ്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. പിതാവിൽ എഴുന്നേറ്റ് യാഗം കഴിക്കുവാൻ നീ വില കൊടുക്കട്ടെ. നീ കിടക്കുന്നിടത്ത് കിടക്കരുത്. മെല്ലെ മെല്ലെ എഴുന്നേൽക്കുവാൻ വയ്യെങ്കിലോ നീ ഇങ്ങോട്ട് മാറണം. ലിവിംഗ് റൂമിലോട്ട് മാറ്. ശബ്ദമില്ലാത്തടുത്ത്, മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാതെ. എന്നോട് ചില സഹോദരന്മാർ പറഞ്ഞിട്ടുണ്ട്, രാവിലെ ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പേ ആ കാലിന്റെ അവിടെ ഇരുന്നോട്ട് അങ്ങ് തുടങ്ങും, എന്റെ ഉറക്കം ചെയ്തായി പോകും. ഞാൻ പറയും, സഹോദരിമാരെ, ബുദ്ധിയോടെ നിങ്ങൾ മാറിയിരിക്കേ. നിങ്ങൾ മറ്റുള്ളടുത്ത് റൂമിൽ പോ. അടുക്കളയിലാണോ ചേറിട്, നീ ഉയർത്ത് കയ്യേ. ഓർക്ക് കൈ ഉയർത്തിയതുപോലെ 4 ഭാഗത്തോ വീടിനോടല്ല, അന്തരീക്ഷത്തിൽ വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ ശക്തിയോട് നീ കൽപ്പിക്കണം. അതിർവിടാൻ പറയണം. കുർബടി മേൽ നിന്റെ കുഞ്ഞാടിന്റെ രക്തം നിന്റെ കുടുംബത്തിന്റെ മേൽ കാവലാക്കി നീ കിടന്നു ഉറങ്ങ്. ശത്രു എഴുന്നേൽക്കുമ്പോൾ അവന്റെ കണ്ണിൽ നിന്നെ കാണുകയില്ല. ക്രൂശിലെ രക്തം അവൻ കാണുന്നത്. നിന്നെ വില കൊടുത്ത് വീണ്ടെടുത്തു. പരിശുദ്ധാത്മാവ് പലപ്പോഴും ഓർമ്മിപ്പിച്ചിട്ടോ പലപ്പോഴും എഴുന്നേൽക്കുവാൻ കഴിയാതെ നമ്മൾ ആ ശബ്ദത്തെ തുച്ഛീകരിച്ച് കള്ളൻ വന്ന് അകത്ത് കയറി നമുക്കൊരു നഷ്ടം വരുമ്പോൾ നമ്മൾ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം പറയൂ,
കാവൽക്കാരാ, നീ എവിടെയായിരുന്നു? നിന്നെ ഞാൻ ഉണർത്തിയില്ലേ? നിന്നോട് ഞാൻ പറഞ്ഞില്ലേ? നിന്നോട് ദർശനത്തിൽ കൂടെ ഇടപെട്ടില്ലേ? അതെ, ദർശനത്തിൽ കൂടെ ദൈവം നിന്നോട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ വില കൊടുത്തോ, ഉപവസിച്ച് പ്രാർത്ഥിച്ചോ, ദൈവം അതിന്മേൽ ജയം നൽകും. അനർത്ഥം വ്യസന കാരണമായി തീരാതെ ദൈവം അത് മാറ്റിത്തരൂ. പലരോടും ആലോചന പറഞ്ഞിട്ട് അത് നിസ്സാരമായി കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ ഇന്ന് നിങ്ങൾ ജാഗ്രതയോടെ അതിന്മേൽ തീരുമാനം എടുത്താട്ടെ. യെസ്, ഉപവസിച്ച് പ്രാർത്ഥിച്ചോ, അത് മാറിപ്പോകും. നീ തന്നെ പറയൂ, കണ്ണിൽ കൊള്ളേണ്ടത് പിരിയത്ത് കൊണ്ടോ. ഇന്ന് പകൽക്കാലം ആരോടൊക്കെ ദൈവം ആലോചന അറിയിക്കുന്നു. യെസ്, ദൈവം അറിയിച്ചത്, നീ കണ്ട സ്വപ്ന, നീ കേട്ട ആലോചന, നിനക്ക് വരാനുള്ള നന്മ ഈ ദിവസങ്ങൾ ഏൽപ്പിച്ചിരിക്കുക. പ്രാപിക്കേണ്ടത് നിന്റെ ദൗത്യമാണ്. യെസ്, ഇവിടെ ഇവർ യാഗം കഴിച്ചു കഴിഞ്ഞപ്പോൾ വെള്ളം വരുവാ ഏതോമിയ ശക്തികള്. ഏശാവിന്റെ ആൾക്കാർ ഒരു പ്രാവശ്യം ബാധിച്ചതാ. ഇസ്രായേൽ മക്കൾ അതുവഴി കടന്നു പോകുമ്പോൾ വഴി തരില്ല, വെള്ളം തരില്ല, ഈ വഴിക്ക് വന്നേക്കല്ലേ എന്ന് പറഞ്ഞു. എവിടുന്നാ വെള്ളം വരുന്നേ? ഏതോമിൽ നിന്ന്. ആര് തരികയില്ല എന്ന് പറഞ്ഞോ, അവിടെ നിന്ന് തന്നെ ദൈവം വരുത്തും. ഇന്ന് എന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടെങ്കിൽ ആര് തരികയില്ല എന്ന് പറഞ്ഞോ, നിന്റെ തലമുറയുടെ വിഷയത്തിന്മേൽ ഏതോ ശക്തികളെ വെട്ടി മാറ്റിക്കോ, നീ അത് പ്രാപിക്കണോ. ആര് തരികയില്ല എന്ന് വാദിച്ചോ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഏതോമിയ ശക്തികളെ we break it in the name of Jesus. We release the blessings. We release the blessings in the name of Jesus. ദൈവ പ്രവൃത്തി വെളിപ്പെട്ടു. യെസ്, അപ്പോൾ കാണുകയാണ്, കാറ്റില്ല, മഴയില്ല, വെട്ടിയ കുഴിയല്ല, വെള്ളം കൊണ്ട് നിറഞ്ഞു. അത് പോരാ എന്ന് കണ്ടിട്ട് മോവാബിയരെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. മോവാബിയർ വിചാരിച്ചു ഇവരെല്ലാം അവസാനിച്ചു, ഇവിടെ തീർന്നു. കർത്താവ് യുദ്ധം ചെയ്തു, കൺഫ്യൂഷൻ വരുത്തി, ശത്രുവിൽ കൺഫ്യൂഷൻ വരുത്തു. ദൈവം, നീ തെളിയിക്കേണ്ട. നിന്നെ കുറിച്ച് ഒരു നുണ പറഞ്ഞെങ്കിൽ, കള്ളക്കേസ് ഇട്ടെങ്കിൽ, നീ പറഞ്ഞത് കള്ളം എന്ന് പറഞ്ഞെങ്കിൽ നീ തെളിയിക്കാൻ പോകണ്ട. ദൈവം തെളിയിക്കൂ. ദൈവം ആരെന്നു, നിന്റെ കുടുംബം എന്തെന്ന് ദൈവം വെളിപ്പെടുത്തുന്ന ദിവസങ്ങൾ മുൻപിലുണ്ട്. താണിരിക്കട്ടെ, വിശ്വാസത്തിൽ ഉറക്കട്ടെ. കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, വെട്ടിയ കുഴിയല്ല, വെള്ളം കൊണ്ട് നിറയൂ. ഈ പകൽക്കാലം ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. നിങ്ങളുടെ വിഷയം എന്തെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ആ വിഷയത്തെ കൺമുൻപിൽ കണ്ടാട്ടെ, ലൈവായിട്ട് കണ്ടാട്ടെ. കുഞ്ഞുങ്ങളുടെ വിഷയമാണോ, പേപ്പറാണോ, രോഗമാണോ, അസ്വസ്ഥതയാണോ? നിങ്ങൾ ലിവറെ കൈവെക്കുമ്പോൾ ആ ലിവറിന്റെ ചിത്രം നിങ്ങളുടെ മുമ്പിൽ വരണം. നിങ്ങൾ പറയണം, ഈ വചനം സത്യമാണെങ്കിൽ, ഇതിനകത്ത് സൗഖ്യം സത്യമാണെങ്കിൽ, നിന്റെ അടിപ്പിണറാൽ എനിക്ക് സൗഖ്യം വേണം. വിശ്വാസത്തോടെ നിലവിളിച്ചോ. നിന്റെ നിലവിളി കേട്ട് ദൈവം മറുപടി തരും. 3 മാസം കഴിഞ്ഞ് ചെക്കപ്പ് ചെയ്യുമ്പോൾ ദൈവ പ്രവൃത്തി കാണുക തന്നെ ചെയ്യും. കർത്താവ് ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. ദൈവ ശബ്ദം അവരെ കേൾപ്പിച്ചതിനായി സ്തോത്രം. നീ അവരെ ഇടപെട്ടതിനായി സ്തോത്രം. അവരുടെ വിഷയം ഞങ്ങൾ അറിയുന്നില്ല. ദൈവ പ്രവൃത്തി അവരിൽ വെളിപ്പെടട്ടെ. ഞങ്ങൾ ചെയ്യേണ്ടത് ജീവിതത്തിൽ ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ, ദൈവ പ്രവൃത്തി കാണുവാൻ സ്വർഗം മെയ്യാക്കി തീർക്കണം. സമയത്തിനായി സ്തോത്രം. ദാസിമാരെ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. വാക്കുകളെ വിരമിക്കുന്നു. സമയം തന്ന ദാസിയോട് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ